1.5 വയസ്സുകാരന്റെ മരണം. പുറത്തുവരുന്നത് അഷ്കറിന്റെ ക്രിമിനൽ ബുദ്ധിയും ക്രൂരതയും. ആദ്യ ഭാര്യയെ ഭിത്തിയിലിടിച്ച് ശരീരം തളർത്തി. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ മരണത്തിൽ പോലീസ് പിടികൂടിയിട്ടുള്ള കുട്ടിയുടെ അമ്മയുടെ പങ്കാളി അഷ്കറിന്റെ ക്രിമിനൽ ബുദ്ധിയും ക്രൂരതയുടെ കഥകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ക്രൂരനായ പ്രതി അഷ്കർ നാട്ടുകാരെയും ബന്ധുക്കളെയും പറ്റിക്കാൻ പ്രയോഗിച്ച ക്രിമിനൽ ബുദ്ധിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുഞ്ഞ് അബോധാവസ്ഥയിലായ ശേഷവും മരിച്ച ശേഷവും പ്രതി കുഞ്ഞിന് ചോറ് വാരിക്കൊടുത്ത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് നാട്ടുകാർ വെളിപ്പെടുത്തുന്നത്. സംഭവ ദിവസം കുഞ്ഞ് അബോധാവസ്ഥയിലായപ്പോൾ താൻ ക്രൂരമായി മർദ്ദിച്ചതാണെന്ന വിവരം മറച്ചുവെക്കാൻ കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുന്നതായി ഒരു ബന്ധുവിനെ അഷ്കർ കാണിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ മരിച്ചുപോയ ശേഷമോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായ ശേഷമോ ആണ് കുട്ടിക്ക് അഷ്കർ ചോറ് നൽകിക്കൊണ്ടിരുന്നത്. കുഞ്ഞ് ഛർദ്ദിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ഇത്. അഷ്കർ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. മുമ്പ് കുഞ്ഞിന്റെ കാലിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകൾ കണ്ടപ്പോൾ അത് അബദ്ധത്തിൽ ചൂടുവെള്ളം വീണതാണെന്നാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പ്രതി അഷ്കറിനെ തെളിവെടുപ്പിനായി പനവൂരിലെ വാടക വീട്ടിലെത്തിച്ചപ്പോൾ നാട് സാക്ഷ്യം വഹിച്ചത് അഭൂതപൂർവമായ ജനരോഷത്തിനാണ്. പ്രതിയെ എത്തിക്കുമെന്നറിഞ്ഞ സ്ത്രീകളടക്കം വൻ ജനക്കൂട്ടം സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പോലീസിന്റെ സുരക്ഷാ വലയം ഭേദിച്ച് മുന്നോട്ടെടുത്ത നാട്ടുകാരിൽ ചിലർ പ്രതിയെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു. കനത്ത പ്രയത്നത്തിനൊടുവിലാണ് പോലീസ് ഇയാളെ കാറിലേക്ക് മാറ്റിയത്. നേരത്തെ പനമ്പൂരിലെ വാടക വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അഷ്കറിന്റെ കാർ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം അടിച്ചു തകർത്തിരുന്നു. ഇതിന് പിന്നാലെ കനത്ത സുരക്ഷയിലാണ് പ്രതിയെ പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത്. ടാക്സി തൊഴിലാളിയായ അഷ്കർ 6 മാസം മുമ്പാണ് പനമ്പൂരിലെ വാടക വീട്ടിലേക്ക് എത്തിയത്. 2 മാസം മുമ്പാണ് അഖിലയും കുഞ്ഞും ഇയാൾക്കൊപ്പം താമസം തുടങ്ങിയത്. ഇരുവരും നാട്ടുകാരുമായി ഒട്ടും സഹകരിക്കാത്ത പ്രകൃതക്കാരായിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു. കുഞ്ഞിനെ ഇവർ അധികമൊന്നും പുറത്തേക്ക് കാണിച്ചിരുന്നില്ല. അഷ്കറും അഖിലയും താമസിച്ചിരുന്ന വീടിന് സമീപത്ത് മറ്റു വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന വിവരം പുറത്തറിയാതിരിക്കാൻ ബോധപൂർവം ഇത്തരമൊരു വിജനമായ വീട് തെരഞ്ഞെടുത്തതാണോ എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ കേട്ടാൽ മരവിച്ചു പോകുന്ന ക്രൂരതകൾ വിനോദമാക്കിയ കൊടും ക്രിമിനലാണ് പ്രതിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഷ്കറിന്റെ കണ്ണില്ലാത്ത ക്രൂരതകൾക്ക് ഇരയായി ഇയാളുടെ ആദ്യ ഭാര്യ ആമിന നിലവിൽ ശരീരം തളർന്ന നിലയിലാണ്. അഷ്കർ നടത്തിയ കൊല്ലാക്കൊലയുടെ വിവരങ്ങളാണ് ആമിനയുടെ മാതാവ് ഷെജില ബീബി വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാലോട് സ്വദേശിനിയായ ആമിനയെ 2022 അഷ്കർ വിവാഹം കഴിച്ചത്. എന്നാൽ 2024 മുതൽ ഈ 21-കാരി ശരീരം തളർന്ന് കിടപ്പിലാണ്. ഭിത്തിയിൽ തല ശക്തമായി ഇടിപ്പിച്ചതിനെ തുടർന്ന് 13 മാസത്തോളമാണ് ആമിന കോമ സ്റ്റേജിൽ കഴിഞ്ഞത്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ചികിത്സയിലാണ് ഈ യുവതി. വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ച മുതൽ മകളെ അഷ്കർ സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായി ഷെജീല ബീബി പറയുന്നു. അഷ്കറും ഇയാളുടെ മാതാവും സഹോദരിയും ചേർന്ന് ആമിനയെ മർദ്ദിച്ച് ഫാനിൽ കെട്ടിത്തൂക്കാൻ വരെ ശ്രമിച്ചിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. ഭിത്തിയിൽ തലയിടിച്ച് ആദ്യ ഭാര്യയെ കിടപ്പിലാക്കിയ അതേ ക്രൂരത തന്നെയാണ് അഷ്കർ ഈ പിഞ്ചു കുഞ്ഞിനോടും ആവർത്തിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് താൻ കണ്ടിരുന്നുവെന്ന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ അമ്മ അഖിലയും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. എന്നാൽ അഖിലയ്ക്കും പങ്കാളി അഷ്കറിനുമെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി അഖിലയുടെ അമ്മ റീന രംഗത്തെത്തി. അഷ്കർ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും അഷ്കറിനെ കാണുമ്പോൾ തന്നെ കുഞ്ഞ് ഭയന്ന് കരയുമായിരുന്നുവെന്നും റീന പറഞ്ഞു. അഖില സ്വന്തം മകളാണെന്ന് പറയാൻ പോലും തനിക്ക് നാണക്കേടാണെന്നാണ് അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കുഞ്ഞിനെ തങ്ങളെ ഏൽപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അഖില അതിന് തയ്യാറായില്ല. കുഞ്ഞിനെ പുഴുത്ത പട്ടിയെ പോലെയായിരിക്കും നോക്കുക എന്ന് അഷ്കർ പറഞ്ഞിരുന്നതായും ഇതിനെല്ലാം അഖില കൂട്ടുനിന്നതായും റീന വ്യക്തമാക്കി. പോലീസിനെ സമീപിച്ചെങ്കിലും അഖിലയുടെ എതിർപ്പ് മൂലം കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ പറഞ്ഞു. കുഞ്ഞിനെ തങ്ങൾക്ക് വിട്ടുകിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഈ ദുരന്ത വാർത്ത എത്തിയതെന്ന് കുട്ടിയുടെ അന്തരിച്ച പിതാവ് അഖിലന്റെ അമ്മയും പറയുന്നു. അഖില 3 മാസം ഗർഭിണിയായിരിക്കെയാണ് ആദ്യ ഭർത്താവ് അഖിൽ ആത്മഹത്യ ചെയ്തത്. പിന്നീട് അഖിലിന്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ച അഖില അഷ്കറുമായി അടുപ്പത്തിലാവുകയും വാടക വീട്ടിൽ ഒരുമിച്ച് താമസം തുടങ്ങുകയുമായിരുന്നു. ഇതിനിടെ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ പോലും അഖില ശ്രമിച്ചിരുന്നു. ഈ വിവരമറിഞ്ഞ് അഖിലിന്റെ കുടുംബം അഖിലയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും കുഞ്ഞിനെ അഖിലിന്റെ കുടുംബത്തിന് വിട്ടു നൽകാൻ ധാരണയാവുകയും ചെയ്തിരുന്നു. ഈ ഉറപ്പ് ലഭിച്ച ദിവസങ്ങൾക്കകമാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്. നേരത്തെ കുഞ്ഞിന്റെ ഇരു കൈകളും ഒടിഞ്ഞപ്പോൾ സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് അഖിലയുടെ ബന്ധുക്കൾ നൽകിയ വിശദീകരണം. എന്നാൽ ഇത് അഷ്കറിന്റെ മർദ്ദനമേറ്റെന്ന സംശയത്തിലാണ് പോലീസ്. കുഞ്ഞിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടുമുമ്പും കുട്ടി അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു. ആന്തര അവയവങ്ങൾക്ക് വരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ അടിയിലാണ് കുഞ്ഞിന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ ആകെ 51 മുറിവുകളാണ് കണ്ടെത്തിയത്. ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. കാലിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളുണ്ട്. കുഞ്ഞിനെ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ആശുപത്രിയിൽ
മരിച്ച നിലയിൽ കൊണ്ടുവന്നത്. തൊണ്ടയിൽ ഭക്ഷണം കുഴുങ്ങി ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ സമയത്ത് അഖില തമിഴ്നാട്ടിൽ നൃത്തപരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു.